കേരളത്തിലെ ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് സെക്രട്ടറി റാങ്കിൽ ജോബാണ്. ഇപ്പോൾ അതിനകത്ത് അവർ കൊണ്ട് വെക്കുന്നത് സബ് കളക്ടർ കഴിഞ്ഞിട്ടുള്ള 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ എടുപ്പിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല എക്സ്പീരിയൻസോടെ വന്നത്. എനിക്ക് മനസ്സിലായി അന്നിപ്പോൾ സർക്കാരിൻ്റെ മെയിൻ ഈ ഡെവലപ്മെൻറ്റൽ കാര്യങ്ങൾ ഡയറക്ടറേറ്റിലെ കുറച്ച് റെഗുലേഷണറി പാർട്ട് കഴിഞ്ഞാൽ റെഗുലേഷൻ ഒത്തിരി പോയി. അതെ, മറ്റേ LPG ഉണ്ടായിരുന്ന റെഗുലേഷൻ പാർട്ട് ഒത്തിരി പോയി. പിന്നെ ഡെവലപ്മെൻറ്റ് പാർട്ട് വന്നപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റും ഓക്കെ. പക്ഷേ അന്നെങ്കിലും നമുക്ക് ഒരു സംരംഭത്വ വികസനം എന്ന് പറഞ്ഞിട്ട് എല്ലാം എംപ്ലോയ്മെൻറ്റ്. അതെ, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ഈ സംരംഭകത്വം എന്നുള്ളൊരു വാക്ക് മലയാളത്തിൽ കൊയിനേജിലേ ആ കാലത്തില്ല, ഉണ്ടായിരുന്നില്ല. ശരിയാണ്, തീർച്ചയായും. എന്റർപ്രനർഷിപ്പ് എന്നൊരു വാക്ക് ഗവൺമെൻറ് പേപ്പറുകളിലില്ല. അപ്പോഴാണ് ഞാൻ 2002 ഞാൻ അവിടെ ജോയിൻ ചെയ്തത് 2002 മെയ്യിലോ മറ്റുമായിരിക്കും, ജൂണോ, അറൗണ്ട് ദാറ്റ് പീരിയഡ്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത വർഷത്തെ പ്ലാൻ 2003-04 പ്ലാൻ വന്നു. സംരംഭത്വം വികസിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് കുറേ ഐഡിയാസ് ഞാൻ ഈ പ്ലാനിൽ എഴുതി. അതിനകത്ത് ഒന്നാണ് ഞാൻ ഈ എൻ്റർപ്രനർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൽസ് ഇൻ, അതായത് യു ഹാവ് ടു ക്യാച്ച് ദി കേരള യൂത്ത് ഇൻ ദി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് സെൽഫ്, because we lost that culture of entrepreneurship in our trade unionism, in our socialism, in our fight against bourgeois, in our fight against anybody who makes money. Yes. So making money was a sin. Yes. So അത് സമൂഹം അംഗീകരിച്ച ഒരു സ്ഥലത്തിൽ നിന്ന് അതിനപ്പുറം വെൽത്ത് ക്രിയേഷൻ ഈസ് ഓൾസോ എ വെർച്യൂ. സംരംഭത്വം ഒരു വെർച്യൂ ആണ്. അത് നാടിന് ഇമ്മീഡിയറ്റ്ലി തന്നെയല്ല, ലോങ് ടേമിൽ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അത് വേണം. അതർവൈസ് യു വിൽ ബി എ സ്റ്റാറ്റസ് കോയിസ്റ്റ് എന്നുള്ള. അപ്പം ആ രീതിയിൽ കേരളത്തിലൊരു സമഗ്ര മാറ്റം വരണമെങ്കിൽ ഈ യങ് ആയിട്ടുള്ള ആളുകൾ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇതിൽ താല്പര്യമുള്ള ആളുകളെ എടുത്ത് അവിടുന്ന് അവരെ സ്പിരിറ്റ് ഓഫ് എന്റർപ്രനർഷിപ്പ് അവിടെ നിന്ന് ഇൻകൾക്കേറ്റ്.